അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതം സേവന നിരതമായിരുന്നു, പ്രവർത്തന നിരതമായിരുന്നു, സംഭവ ബഹുലമായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ ഫലം അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിന്റെ നന്മയും ആത്മാർത്ഥതയും കണ്ടറിയുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. അവരെയും ദീർഘനാള് പ്രചോദിപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹം നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. മംഗളവാർത്ത കാലത്തിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ അന്ന് കോയമ്പത്തൂരുള്ള പൂമാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ കുർബാനയും സ്ഥൈര്യലേപനവും കുട്ടികൾക്ക് തദവസരത്തിൽ ഞാൻ പരികർമ്മം ചെയ്തു. എന്നാൽ അന്ന് പതിവിന് വിപരീതമായിട്ട് മംഗളവാർത്ത കാലം ആരംഭിക്കുന്നത് കൊണ്ട് അന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വചന സന്ദേശം ആ ഇടവക സമൂഹത്തിന് ഞാൻ നൽകുകയുണ്ടായി. സക്കറിയാസിന് ദൈവദൂതൻ നൽകിയ മംഗളവാർത്തയെ പറ്റിയാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. നമ്മളൊക്കെ അത് വായിച്ചതാണ്, വായിച്ച് കേട്ടതാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഏതാണ്ട് വൈകുന്നേരമായപ്പോൾ ഞാൻ അരമനയിൽ തിരിച്ചെത്തി. 8:30 മണിക്ക് മോൺസിഞ്ഞോർ അബ്രാഹാം കരയിടൻ നിര്യാതനായ വിവരം അറിയിച്ചുകൊണ്ട് അങ്കമാലി LF ആശുപത്രിയിൽ നിന്ന് എനിക്ക് ഫോൺ സന്ദേശം ലഭിച്ചു. അദ്ദേഹം എപ്പോഴാണ് മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ 1 മിനിറ്റ് പോലും ആയിട്ടില്ല, ഇപ്പോൾ മരിച്ചതേയുള്ളൂ എന്ന മറുപടി ലഭിക്കുകയുണ്ടായി. ആ വാർത്ത ലഭിച്ചപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും വേദനിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ആ ജീവിതത്തെ പറ്റി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നിരതമായ ജീവിതത്തെ പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. തൻ്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ അദ്ദേഹം സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം സക്കറിയാസിനെ പറ്റിയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ ദിവസം നിര്യാതനായ മോൺസിഞ്ഞർ അബ്രാഹാം കരയിടന്റെ കാര്യത്തിലും അത് വാസ്തവമാണ്. അദ്ദേഹം അന്ന് നിര്യാതനായതോടുകൂടി അവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. ഏതാണ്ട് 48 വർഷത്തേക്കാൾ കൂടുതൽ ദീർഘിച്ച അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ദിനങ്ങൾ അന്നാണ് പൂർത്തിയായത്. അന്നാണ് ശുശ്രൂഷയുടെ ആ ദിവസങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ശുശ്രൂഷയിലെ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്വഭവനത്തിലേക്ക്, കർത്താവിൻ്റെ പക്കലേക്ക്, പിതൃസന്നിധിയിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും നിത്യവസതിയിലേക്ക് യാത്രയായത്. ഓരോ വൈദികനും പങ്കുപറ്റുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കാണ്. കർത്താവിൻ്റെ ആ ശുശ്രൂഷയാണ് ഓരോ വൈദികനും തുടരേണ്ടത്. കർത്താവിൻ്റെ ശുശ്രൂഷ, സ്നേഹനിർഭരമായ ശുശ്രൂഷ, കൗദാശികമായ പ്രതിഷ്ഠയിലൂടെ കർത്താവിനോട് അനുരൂപപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ തുടരേണ്ടവനാണ് ഓരോ വൈദികനും. കർത്താവിൻ്റെ മനോഭാവം സ്വന്തമാക്കിക്കൊണ്ട്, കർത്താവിൻ്റെ ആത്മദാനത്തിന് ചൈതന്യം സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ജനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ് വൈദികൻ. വിശ്വസ്തയോടും
തീഷ്ണതയോടും കൂടി അദ്ദേഹം ശുശ്രൂഷ ചെയ്യണം. ബഹുമാനപ്പെട്ട അബ്രാഹാം കരേടൻ അച്ഛനെ അടുത്ത പരിചയമുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ദീർഘകാലം അനുഷ്ഠിച്ചത് തീഷ്ണതയും വിശ്വസ്തതയും നിറഞ്ഞ അജപാലന ശുശ്രൂഷയായിരുന്നുവെന്ന് ജനങ്ങളുടെ അവരുടെ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. ബോധജീവ ഉപകരണമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത്. അവർക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട അബ്രാഹാം കരേടൻ അച്ഛനിൽ മോൺസെറ്റോറിൽ ഒരു നല്ല ഇടയെ കാണുവാൻ ആരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കളമശ്ശേരിയിലുള്ള വെൽഫെയർ സെന്ററിലും അങ്കമാലിയിലുള്ള എൽഎഫ് ആശുപത്രിയിലും സൈലന്റ് ഫാമിലി പ്ലാനിന്റെ പ്രസിഡന്റായിട്ട് 1986 മുതൽ 1992 വരെ അതിരൂപതയിലെ വികാരി ജനറൽ എന്നുള്ള രീതിയിൽ ആ നിലയിൽ അദ്ദേഹം അനുഷ്ഠിച്ച സേവനമായിരുന്നു. ആദ്യത്തെ 3 വർഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം രൂപത ചാൻസലറായിട്ട് വളരെയേറെ സന്തോഷത്തോടെ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അവസരത്തിനൊത്തുണർന്ന് അഭിമന്യ പടിയറ പിതാവിനോട് ചേർന്ന് രൂപതയെ നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിതാവിന്റെ വലങ്കൈയായി ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായി രൂപതയെ നയിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചതായ അവസരത്തിൽ ഡൊമസ്റ്റിക് പ്രിലേറ്റ് എന്നുള്ള ആ ബഹുമതി നൽകപ്പെട്ടത്. അത് അദ്ദേഹത്തിന് നൽകപ്പെട്ടതായ അവസരത്തിൽ ആ കർമ്മത്തിൽ സംബന്ധിച്ച ചിലരെങ്കിലും ഇവിടെയുണ്ടാകും. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ കരേടന്റെ സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കൊച്ചു വാചകം ആ പരിപാടിയിൽ സംബന്ധിച്ചവര് ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാകും. അന്ന് പിതാവ് പറയുന്നത് എല്ലാം വളരെ കൃത്യമായിട്ട് കേൾക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അടുത്തുള്ളവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമായിരുന്നു. പിതാവ് പറഞ്ഞ കൊച്ചു വാചകം ഇതായിരുന്നു: മോൺസിഞ്ഞോർ അബ്രാഹാം കരേടൻ നമ്മുടെ അതിരൂപതയെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ വിശ്വസ്തയോടും വിവേകത്തോടും കൂടെ നയിച്ചുവൻ. ആ കൊച്ചു വാചകത്തിൽ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുക. സഹോദര മക്കളോട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പോളച്ചനോട്, ഇടവക സമൂഹത്തോട് ഉള്ള നമ്മുടെ അനുശോചനം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രഗത്ഭനായ ഒരു വൈദികനെ ഇപ്രകാരം നഷ്ടമായ നമ്മുടെ അതിരൂപത കുടുംബത്തിന്റെ ദുഃഖത്തില്, അഭിമന്യ പിതാക്കന്മാരുടെ ദുഃഖത്തില് ഈ അതിരൂപതയിലെ ഒരംഗം എന്ന നിലയിൽ ഞാനും പങ്കുചേരുകയും മോൺസിഞ്ഞോർ അബ്രാഹാം കരേടന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നല്ലവനായ ദൈവം അദ്ദേഹത്തെ നീതിമാന്മാരുടെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. Gracias.
വിളക്ക് കൊളുത്തി കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഹാരിത കാണുവാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് ദിവ്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രീതിപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ നാവ് സ്വർഗത്തിൽ വെച്ച് നിത്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രകീർത്തിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇദ്ദേഹത്തിന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. നമ്മുടെ കടങ്ങളെയും പാപങ്ങളെയും കരകടിക്കളയട്ടെ. പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളക്കും ദിവ്യബലി നിത്യസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി
നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണം. പീഡിതരും രോഗികളും ആഗ്രഹം എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ശിക്ഷാഭഗവാന്റെ പ്രണാമത്തിനു വേണ്ടിയും അങ്ങയുടെ കാര്യത്തിൽ പ്രത്യാശകൾ കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ അങ്ങനെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, Bye.
വൈദികരുടെ ഭാഗമാണ് അടുത്തത്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ താൻ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച ബലിപീഠത്തോടും തൻ്റെ ഭവനമാകുന്ന ദേവാലയത്തോടും തൻ്റെ സ്വന്തമായിരുന്ന ദൈവജനത്തോടും യാത്ര പറയുന്ന നിമിഷമാണിത്. യാത്ര പറയുന്നതിൻ്റെ സൂചനയായി മഞ്ചം അൾത്താരയിലും ഇരുവശങ്ങളിലുമുള്ള വാതിൽക്കലിലും പ്രധാന വാതിൽക്കലിലും 3 പ്രാവശ്യം മുട്ടിക്കുന്നു. ദേവാലയത്തിൽ മൃതദേഹം സംഭവിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദികരും ദേവാലയത്തിൽ നിന്ന് പുറമേക്ക് സിസ്റ്റേരിയിലേക്ക് ബന്ധുമിത്രാദികളുമായിരിക്കും. शाश्वत
ഏറ്റവും അടുത്ത ബന്ധുക്കളും അച്ഛന്മാരും മാത്രമായിരിക്കും നമ്മുടെ കപ്പേളയുടെ അകത്ത്. ബാക്കി എല്ലാവരും ദയവ് ചെയ്ത് പുറമേക്ക് ഇറങ്ങി നിൽക്കണം. കണ്ണിയൊഴുക്കുന്നവൻ സന്തോഷത്തോടെയും കൂടാശകളിൻ കർമ്മങ്ങൾക്കായി എങ്കിനിമേ ഉയരുകയില്ല. നിങ്ങളെങ്ങനെ സ്മരിലും വ്യതയിലുമീശൻ ദൈവം നൽകത്തെ മോചിപ്പിച്ചു. മതിയുടെ ഭരണം താഴ്മയ്ക്കുന്നു. പൊൻകുടി മാറ്റുന്നു. അവനെ കിരീടമണിയിച്ചു. യാത്ര കഴിഞ്ഞു വിജയവിരാജിതമാ നിത്യവിരുന്നിൽ അങ്ങിന്റെ വജ്രയാക്കി കളഞ്ഞു. സോദരേന ഒരുമിച്ചിരുവരെയും പൂജയണച്ചു പ്രാർത്ഥനയർപ്പിച്ചു. നമ്മെ കൈവിടുകയില്ല. ഇനിയും നിങ്ങൾ ബലികളണയ്ക്കുമ്പോൾ അനുദിനമലിവോ അവിടെ നമ്മളെ രക്ഷിക്കും. അചഞ്ചലമായ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകം വിട്ടു പോകുന്ന ബഹുമാന പ്രാർത്ഥനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ മാതാവായ കന്യാമരത്തിന്റെ പ്രാർത്ഥനയാലും ഈ ആളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുപ്പെട്ടവരുടെ ലേഖനത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു.
വിശുദ്ധ മാമോദീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പുരോഹിത പട്ടത്താൽ അനുഗ്രഹീതമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സോപ്പാകൊണ്ടെന്നെ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ ചെയ്യണമേ. ആദ്യം മുതൽ കുരിശുവഴിയായി നിന്നെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതവും പോലെ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭയെ വെച്ച് ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങേ അനുഭവിച്ചുകൊള്ളു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള ജീവനികൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുളികൊള്ളും കബറിടമെത്ര മനോഹരമാണ്. അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാണ്. സമ്പാദിപ്പാനീശ്വരനായി സമ്പാദിക്കുക അവയൊന്നും കുഴിയിൽ താഴില്ല. പിരിയുമ്പോൾ മനമുരുകില്ല. എന്തിന് ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു. കടശീൽ ഉൾക്കട മരണത്തിൻ കരയിലടിച്ചവ തകരില്ലേ. മൺമഴ പെയ്തു കാറ്റൂതി വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി. കല്ലുയർത്തിയ ബലവത്താം ഏഴിനു ഏഴു ഭവിച്ചില്ല. വിശ്വസ്തതയുറച്ചവനാം കൃത്രിമോദമുടകിലേശൻ വരദാനങ്ങളും ഉന്നതമാം പരമാനന്ദവും അരുളുന്നു. എന്ന വിളക്കിൽ ഇറച്ചരിശം കാത്തു കഴിച്ചൊരു കന്യകളിൽ കലർന്നു മണവാളൻ മണവകയവനെ കൈക്കൊണ്ടു. അതിരുകളഞ്ഞു നിറയ്ക്കണമേ. മറ്റൊരു വിശദീകരിക്കുകയും മാലാഖമാരുടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിനും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം നൽകുന്നവനുമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യമെഴും ദിവ്യാത്മാനവരാജ്യം നേടും ഭാഗ്യം. നാഗരണത്തിലും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാത്മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. മഹിമാവിൽ വിട്ടെഴുന്നേൽക്കും മനുജന് ഭാഗ്യം. നാഗരണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുവല്ലാതെ കേൾക്കും മനുജന് ഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറകളിലും
രാവിലെ പുകഴുകയും വൈകുന്നേരം വാഴ്ത്തുകയും ചെയ്യുന്ന വലിയ പുഷ്പോലെ തന്നെ ആദ്യമതല നയിക്കുവാമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ മിശിഹായെ പാവികളും ബലഹീനരുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എളിയ സഹോദര വൈദികന്റെ ആത്മാനിത്യ ആശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ അങ്ങ് കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നിന്ന് പോയിരിക്കുന്ന ഭഗവാന്റെ അബ്രഹാം അച്ഛന് മൈലീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തെ സംബന്ധിച്ച് ഈ വൈദികനെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദപരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഭവിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി സ്വർഗത്തിലായിരിക്കുന്ന അമ്മാമ്മയുടെയും അമ്മാവിൻ്റെയും അന്തർവലിപ്പിൻ്റെയും ചാക്കരവലിപ്പിൻ്റെയും പക്കലേക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ പറന്നുപോയി. അപ്പച്ചൻ്റെയും ആൻറ്റിയുടെയും സിസ്റ്റർ ദീപയുടെയും സിസ്റ്റർ ഗറിറോസിൻ്റെയും എൻ്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പേരിൽ എല്ലാവർക്കും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവവിളി സ്വീകരിച്ച് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി തൻ്റെ തിരുസുതന്റെ ശിഷ്യനായും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായും സേവനമനുഷ്ഠിക്കുവാൻ അച്ഛനെ തിരഞ്ഞെടുത്ത നല്ല ദൈവത്തിനാണ് ഞാൻ ആദ്യം നന്ദി പറയുക. വൈദിക സേവന രംഗത്ത് അച്ഛൻ ഞങ്ങളുടെ അഭിമാനവും മാതൃകയുമാണ്. അച്ഛൻ്റെ സേവനത്തിന് ഒരു അംഗീകാരമായിരുന്നു ജോൺ പോൾ മാർപ്പാപ്പ നൽകിയ മോൺസിനോർ പദവി. അച്ഛന് വളർത്തി വലുതാക്കിയ എല്ലാ ഗുരുക്കന്മാരെയും നല്ല നാട്ടുകാരെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. വൈദിക പട്ടം നൽകിയ അഭിമന്യ പാണേക്കാട്ട് പിതാവിനെയും സഹപ്രവർത്തകനായിരുന്ന മമ്പടിക്കരി പിതാവിനെയും അച്ഛനെ വികാരി ജനറലാക്കി സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകിയ പടിയർ പിതാവിനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനെ സ്നേഹിച്ച എളവൂർ, വല്ലം, എഴുപന, തൃപ്പൂണിത്തുറ, മലയാറ്റൂർ, മുട്ടം ഇടവകളിലെയും അച്ഛൻ സേവനമനുഷ്ഠിച്ച മറ്റെല്ലാ ഇടവകളിലെയും ജനങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, സേവർ ഫാമിലി പ്ലാൻ, തൃക്കാക്കര മൈനർ സെമിനറി എന്നീ സ്ഥാപനങ്ങളിൽ അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാവരോടും ഞങ്ങളുടെ കൃതജ്ഞത ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ അതിരൂപതയിലെ എല്ലാ വൈദികരോടും ഞങ്ങൾക്കുള്ള അതീവ കടപ്പാടും നന്ദിയും അറിയിക്കട്ടെ. അതിരൂപത സേവനത്തിൽ നിന്ന് വിരമിച്ച് ചെങ്ങൽ പ്രീസ്റ്റ് ഹോമിൽ വച്ച് അച്ഛന് സഹപാഠികളായിരുന്ന വൈദികരെയും CMC സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അച്ഛൻ അവസാനമായി സഹായിച്ചത് എളവൂരുള്ള യാനം എന്ന സ്ഥാപനത്തിലായിരുന്നു. അവിടുത്തെ അന്തേവാസികൾക്കും ആരാധന മഠാംഗങ്ങളായ മദറിനും സമൂഹത്തിനും ഞങ്ങൾ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ക്യാൻസർ പെട്ടെന്ന് അച്ഛന് പിടികൂടിയത്. സമാരിറ്റൻ ഹോസ്പിറ്റൽ പഴങ്ങനാട്, അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്,
ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, LF ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ചികിത്സ സ്വീകരിച്ചപ്പോൾ അച്ഛനെ ശുശ്രൂഷിച്ച എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ പേഴ്സണൽ ഡോക്ടറായിരുന്ന ഡോക്ടർ കോശിയെയും SD സമൂഹത്തിലെ അച്ഛനെ ശുശ്രൂഷിച്ച സിസ്റ്റേഴ്സിനെയും സ്റ്റാഫിനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. LF ഹോസ്പിറ്റൽ ഡയറക്ടർ ജോസ് എഡസേരിയസിൻ്റെയും അവരുടെ സഹപ്രവർത്തകരായ മറ്റു വൈദികരെയും ഡോക്ടർ ജോസഫിനെയും ഡോക്ടർ മേനോനെയും സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് തെൽമ സിസ്റ്റർ, ദീന സിസ്റ്റർ, സിസിലിയ സിസ്റ്റർ, ജയവാഡിലെ ജേർണി നേഴ്സ്, മറ്റുള്ള നഴ്സുമാരും മറ്റുള്ള ജീവനക്കാരെയും അച്ഛനെ പ്രത്യേകം ശുശ്രൂഷിച്ച ജിജോയെയും പൗലോസ് ചേട്ടനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ രോഗശുശ്രൂഷയ്ക്ക് വലിയൊരു തുക അതിരൂപത ചെലവാക്കിയിട്ടുണ്ട്. അഭിമന്യവർക്കി പിതാവിനെയും ചക്യാന്ത പിതാവിനെയും നേന്ത്രത്ത് പിതാവിനെയും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ 8 മാസക്കാലം അവർ അച്ഛനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ വേർപാടിന് മുമ്പുള്ള നിമിഷങ്ങളിൽ അവർ അച്ഛനെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. നല്ല മരണത്തെ ഒരുക്കി ഞങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയും നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. രോഗശയ്യയിൽ കിടന്നപ്പോഴും മരണശേഷവും ധാരാളം വൈദികരും മെത്രാന്മാരും സന്യാസികളും അന്മാരും അച്ഛനെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെയും ഇന്നിവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അന്തിമോപചാരം അർപ്പിച്ച നിങ്ങളേവരെയും, പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകരായ മേരിമാത സെമിനാരിയിലെ എൻ്റെ സുഹൃത്തുക്കൾക്കും സ്റ്റാഫംഗങ്ങൾക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ സഹപ്രവർത്തകരായ ജസ്റ്റിസ് കുര്യൻ ജോസഫിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾക്കും സിറിയക് ജോസഫിനും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്നലെ വീട്ടിൽ വന്ന് അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച തുമ്പടി പിതാവിനെയും പടയാറ്റി പിതാവിനെയും ചിന്നപ്പുരി പിതാവിനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇത്രയും ഭംഗിയാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയങ്കരനായ ഇടവക വികാരി സെബാസ്റ്റ്യൻ വാഴപ്പള്ളി അച്ഛനും ഇടവക നേതൃത്വവും ഇടവക ജനങ്ങളും ഞങ്ങളുടെ ആരാധനാ മഠത്തിലെ സന്യാസിനികളുമാണ്. ഈ നാട്ടിലെ നിങ്ങളെല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിമന്യവർക്കി പിതാവിനെയും ചക്യാന്തി പിതാവിനെയും ഇടയന്ത്രത്ത് പിതാവിനെയും സന്ദേശം നൽകിയ മനത്തോടത്ത് പിതാവിനെയും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അച്ഛനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും, ഇനി പറയാൻ വിട്ടുപോയിട്ടുള്ള നന്ദി അറിയിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഈ നിമിഷം ഞാൻ അനുസ്മരിക്കുന്നു. അച്ഛന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 7 തിരുക്കർമ്മങ്ങൾ അടുത്ത ശനിയാഴ്ച ഡിസംബർ 4 3 മണിക്ക് ഈ പള്ളിയിൽ തന്നെ വെച്ചായിരിക്കും. ഇവിടെ വന്ന എല്ലാവർക്കും ലളിതമായ രീതിയിൽ ചായ തരപ്പെടുത്തിയിട്ടുണ്ട്. ആത്മായ സുഹൃത്തുക്കൾക്ക് റബ്ബർ തോട്ടത്തിലെ കൗണ്ടറുകളിൽ നിന്നും വൈദിക വിദ്യാർത്ഥികൾക്കും സന്യസ്തർക്കും പുതുക്കി പണിയുന്ന പള്ളിക്കുള്ളിലും ആണ് കാപ്പി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും അച്ഛനോടുള്ള ബഹുമാനാർത്ഥം ഈ സ്നേഹവിരുന്നിൽ പങ്കുകൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.
ഘോഷയാത്രയായി ലോകം നിന്നെ അയക്കുന്നു. ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ. പാരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ. മരണം പാപത്തിൻ ശമ്പളം, അതിനു വേണ്ടി ജീവിതം. മരണം പാപത്തിൻ ശമ്പളം, അതിനു വേണ്ടി ജീവിതം. അതിൻ്റെ കയ്യിൽ അഖിലവും ഒരുപോലല്ലോ ഏവരും. മനുഷ്യ കൊണ്ടു തീർത്തു നിന്നെ മണ്ണിലയക്കുന്നു. ഘോഷയാത്രയായി ലോകം നിന്നെ അയക്കുന്നു. ആരാകിലും എന്നാകിലും മടങ്ങുവത് തനിച്ചല്ലോ. പാരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ. ആരിൽ നിന്റെ ബന്ധങ്ങൾ കിനാവാണല്ലോ. Thank you.